അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടിരിക്കലുണ്ട്. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം മൂത്തച്ചി നാത്തുമാർ ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടിരിക്കലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി നമ്മൾ ബന്ധുക്കാരും കുടുംബക്കാരും എല്ലാം കണ്ട് കുറേ നേരം കുശലം പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് നെയ്ച്ചോറും ചിക്കൻ കടായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 ടേബിളായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് മീൻസ് ഞാൻ തറവാട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മക കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഉമ്മനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ബന്ധുക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തറവാട്ടിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ചായയും വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത്. അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് അപ്പോൾ ഞാൻ എന്തെങ്കിലും പലഹാരമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഫസ്റ്റ് 3 പായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് ഒന്നായിട്ട് ബാക്കി വെക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ 4 പായ എടുത്തിട്ട് നമ്മൾ പഴംപൊരിക്ക് കട്ട് ചെയ്യണ പോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യിൽ പഴം വാട്ടിയെടുക്കൂലേ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം, മധുരം കൂടുതൽ വേണ്ടവർക്ക്. ഞാനിത് ഐസ്ക്രീം കൂട്ടിയിട്ടാട്ടോ ഇത് തിന്നുന്നത്. അതുകൊണ്ട് തന്നെ ഐസ്ക്രീമിൽ പഴത്തിൽ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ മധുരം വേണ്ടിയവർക്ക് മാത്രം ശർക്കര ആഡ് ചെയ്താൽ മതി. ഇവിടെ സനുക്ക് മധുരം ഇഷ്ടമാണ്, എനിക്കും പൊന്നുക്ക് കുറച്ച് ഇഷ്ടം കുറവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ശർക്കര ആഡ് ചെയ്യുക, രണ്ടാമത്തതിൽ ശർക്കര ആഡ് ചെയ്യുക, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ കട്ടായതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തേങ്ങയൊക്കെ ഇങ്ങനെ കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ ചൂടാകുമ്പോൾ സെറ്റ് ആയിക്കോളും വിചാരിച്ച് പിന്നെ ശർക്കരയും തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കുക. ഇതുപോലെ മറ്റേതും ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ശർക്കര ആഡ് ചെയ്യാതെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്തിട്ട് ഇത് തിന്നോക്കണ്ടേ എൻ്റെ മോനെ, കിടിലൻ ടേസ്റ്റിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷിത്തിലുള്ളൂ. അപ്പോൾ ഞാൻ വിറ്റേറ്റാ